ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പല്ലിലെ പോട്, അതുപോലെ തന്നെ പല്ല് വേദന, മോണപ്പഴുപ്പ്, ഇതിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ ഹോം റെമഡിയാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഒരുപാട് പേർക്കുമുള്ള ഒരു പ്രശ്നമാണ് പല്ലിലെ പോട്, അതുപോലെ തന്നെ പുഴുപ്പല്ലുണ്ടാവുക, അസഹനീയമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദന, മോണപ്പഴുക്കുക. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു മരുന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് വേണ്ടുന്നത് ഒരു 10 മണി കുരുമുളക്, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു, പിന്നെ വേണ്ടുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മരുന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. കുരുമുളക് നമുക്കറിയാം സാധാരണ എല്ലാ വീടുകളിലും കിട്ടുന്നതാണ്. മോണപ്പഴുപ്പിനും പല്ലുവേദനയ്ക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഗ്രാമ്പു. നമ്മുടെ വായുനാറ്റമൊക്കെ മാറുവാനായിട്ട് ഗ്രാമ്പു വളരെയധികം നല്ലതാണ്. എപ്പോഴും ഗ്രാമ്പു ചവച്ചരയ്ക്കുന്നത് പല്ലിന് നല്ലതാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടെ ഒരു കുഞ്ഞുരലിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് പേസ്റ്റാക്കി എടുക്കണം. നിങ്ങൾക്കിത് ചെറിയ അമ്മിക്കല്ലിലൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തിൽ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. വളരെ കുറച്ചായതുകൊണ്ട് ചെറിയ ഉരൽ കിട്ടുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഞാനിപ്പോൾ അതുപോലുള്ള ഒരു കുഞ്ഞുരലിലാണ് ഇത് വെച്ച് ഇടിച്ച് പേസ്റ്റാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് പൊടിക്കുക. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട. അപ്പം ഞാൻ ഈ കുഞ്ഞുരൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നല്ലോണം ഒന്ന് ചതയ്ക്കുക. അതിനുശേഷമാണ് അത് നല്ലോണം ഒന്ന് പൊടിഞ്ഞു വരിക. ഇതിപ്പം നല്ലോണം ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2-3 തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരുപാട് പേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഒന്ന് പല്ലിൽ വെക്കാനായിട്ടുള്ള ആ ഒരു രൂപത്തിൽ, സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് പോലെ വേണ്ട. ഒരുപാട് വെള്ളമായി പോരുത്, അപ്പം പല്ലിന് ഇത് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതെടുത്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട്, ഇതിപ്പോൾ നിങ്ങളുടെ പല്ലിൻ്റെ ആ ഒരു വശമാണെന്ന് വയ്ക്കുക, ആ പോടിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇതെടുത്തത് മുഴുവനായിട്ട് വയ്ക്കേണ്ട, ഒരല്പം എടുത്തിട്ട് വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് വായിൽ നിന്ന് തുപ്പിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് വായി നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ ചെയ്ത് നോക്കുക. പല്ലിൻ്റെ പോടിന് നല്ല ശമനം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ പോടിലിങ്ങനെ വെക്കുന്നത് കൊണ്ട് പല്ല് വേദനയും കൂടെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ വായിലോട്ട് അല്പം ഒരു ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസുമായി മിക്സ് ചെയ്ത് വായൊന്ന് കുപ്പിളിച്ച് കളയുക, അല്ലെങ്കിൽ വായി കൊണ്ട് കളയുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോണപ്പഴുപ്പ് പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്.